മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961 300031. തിരൂരിൽ വിധിയെഴുത്ത് പൂർത്തിയായപ്പോൾ 25 സീറ്റ് ഉറപ്പിച്ച് UDF. അട്ടിമറി പ്രതീക്ഷ കൈവിടാതെ LDF. പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇരുമുന്നണികളുടെയും നെഞ്ചിടിപ്പേറ്റുന്നു. ശനിയാഴ്ച തിരൂർ നഗരസഭയിലാണ് വോട്ടെണ്ണൽ നടക്കുക. രാവിലെ 8-ന് വോട്ടെണ്ണൽ നടപടികൾ ആരംഭിക്കുമെങ്കിലും ആദ്യഫലങ്ങൾ പുറത്തുവരാൻ 9 മണിയെങ്കിലും കഴിയുമെന്നാണ് സൂചനകൾ. കുറഞ്ഞത് 25 സീറ്റെങ്കിലും മുന്നണിക്ക് ലഭിക്കുമെന്നാണ് UDFന്റെ അവസാന കണക്കുകൂട്ടലുകൾ. എന്നാൽ 23 വാർഡുകളെങ്കിലും സ്വന്തമാക്കി അധികാരത്തിലെത്തുമെന്ന് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നു. CPM സ്ഥിരമായി വിജയിക്കുന്ന പൊറൂരിൽ പോലും UDF വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. UDFന്റെ പ്രമുഖ നേതാക്കളെല്ലാം കനത്ത വിജയ പ്രതീക്ഷയിലാണ്. ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റും UDFന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയുമായ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, DCC സെക്രട്ടറി യാസർ പൊട്ടച്ചോല, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് യാസർ പൊട്ടച്ചോല, ബ്ലോക്ക് നേതാവ് നൌഷാദ് പരന്നേക്കാട് എന്നിവരെല്ലാം മികച്ച വിജയം നേടുമെന്നാണ് കണക്കുകൂട്ടൽ. സിറ്റിംഗ് മെമ്പർമാരിൽ IP സാജിറ, IP സീനത്ത്, T ബിജി, പ്രസന്ന പയ്യാപ്പന്ത എന്നിവരും വിജയിക്കുമെന്നാണ് മുന്നണിയുടെ പ്രതീക്ഷ. ലീഗ് വെൽഫെയർ പാർട്ടിക്ക് അനുവദിച്ച കോലാർ കുണ്ടിലും വിജയം ഉറപ്പിച്ച നിലയിലാണ് UDF നേതൃത്വമുള്ളത്. യൂത്ത് ലീഗ് നേതാക്കളായ അൻവർ പാറയിൽ, KK റിയാസ് എന്നിവർ കടുത്ത മത്സരം നേരിട്ടിട്ടുണ്ടെങ്കിലും പരാജയ സാധ്യത UDF കാണുന്നില്ല. ബസ് സ്റ്റാൻഡ്, പരന്നേക്കാട്, പാട്ടുപറമ്പ്, സൗത്ത് അന്നാര, നോർത്ത് അന്നാര, ടൗൺ ഹാൾ വാർഡുകളിലും UDFന് നല്ല പ്രതീക്ഷയുണ്ട്. സ്ഥിരമായി ഒപ്പം നിൽക്കാറുള്ള അന്നാര, ചെമ്പ്ര മേഖലകളിൽ കൂടി വിജയിക്കുന്നതോടെ മികച്ച ഭൂരിപക്ഷം നേടാനാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ നഗരസഭാധ്യക്ഷ AP നസീമ ഉൾപ്പെടെയുള്ള വാർഡുകളിൽ അട്ടിമറി വിജയം നേടുമെന്നാണ് LDF കണക്കുകൂട്ടൽ. ചെയർമാൻ സ്ഥാനാർത്ഥിയും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ ഗഫൂർ ലില്ലീസ് മത്സരിക്കുന്ന വിഷുപ്പാടം, പൊരൂർ, പെരുവഴിയമ്പലം, ബസ് സ്റ്റാൻഡ്, പരന്നേക്കാട്, മൈലാടിക്കുന്ന്, ഏഴൂർ ഈസ്റ്റ്, ഏഴൂർ വെസ്റ്റ്, തെക്കുമുറി സൗത്ത്, ടൗൺഹാൾ, ഇല്ലത്തുപറമ്പ്, പൂങ്ങോട്ടുകുളം തുടങ്ങിയ വാർഡുകളിൽ വിജയം ഉറപ്പെന്ന കണക്കിലാണ് ഇടതുമുന്നണി. കടുത്ത മത്സരം നടന്ന തൃക്കണ്ടിയൂർ ഈസ്റ്റ്, തുഞ്ചൻ പറമ്പ് നോർത്ത്, നോർത്ത് അന്നാര, നോർത്ത് മുത്തൂർ, സൗത്ത് അന്നാര, പനമ്പാലം വാർഡുകളിലെ ജയപരാജയമായിരിക്കും ഭരണം തീരുമാനിക്കുക എന്നാണ് ഇടതുമുന്നണി നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ. BJPയുടെ സിറ്റിംഗ് കൌൺസിലർ നിർമ്മല കുട്ടിക്കൃഷ്ണനെ തൃക്കണ്ടിയൂർ വാർഡിൽ ഇത്തവണ പരാജയപ്പെടുത്തുമെന്നും ഇടതുമുന്നണി വിലയിരുത്തുന്നു. 4 വാർഡുകളിൽ മത്സരിച്ചെങ്കിലും SDPI നഗരസഭയിൽ അക്കൌണ്ട് തുറക്കില്ലെന്നാണ് മുന്നണികളുടെ പ്രതീക്ഷ. പൂക്കേൽ വാർഡിൽ SDPI സ്ഥാനാർത്ഥി ഷാഫി പിടിച്ച വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ഇരുമുന്നണികളുടെയും കണക്കുകൂട്ടൽ. നിർമ്മല കുട്ടിക്കൃഷ്ണൻ ഉൾപ്പെടെ 4 NDA സ്ഥാനാർത്ഥികൾ 2ാം സ്ഥാനത്തെത്തുമെന്നും മുന്നണികൾ കണക്കുകൂട്ടുന്നുണ്ട്. നിർമ്മല ടീച്ചറുടെ വാർഡാണ് NDAയുടെ കണക്കുകളിലുള്ളത്. വിഷുപ്പാടത്ത് അട്ടിമറി വിജയം നേടുമെന്നും നേതാക്കൾ പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനവികാരം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ 28 സീറ്റ് വരെ ലഭിക്കുമെന്നും UDF നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ നഗരഭരണത്തിലെ അഴിമതിയും സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുമാണ് തങ്ങൾക്ക് നഗരത്തിൽ അനുകൂല കാറ്റഗറി സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് LDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. എഡിറ്റർ ലൈവ്, തിരൂർ. മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ, കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961 300031.